ഒരു മൂവിയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 2000 കോടി രൂപ ക്രോസ് ചെയ്തു. വെറും 7 കോടി രൂപ സ്പെൻഡിലാണ് ആ മൂവി ഷൂട്ട് ചെയ്തത്. എല്ലാ സ്റ്റുഡിയോസും പറഞ്ഞത് ഈ മൂവി പ്രോപ്പർലി വർക്ക്ഔട്ട് ആവത്തില്ല എന്നുള്ളതാണ്. കാരണം ഫേമസ് സ്റ്റാർസ് ഇല്ല, നല്ലൊരു ഫ്രാഞ്ചൈസി ബാക്കപ്പിൽ ഒരു ബ്രാൻഡ് നെയിം ഇല്ല, ഗ്യാരണ്ടീഡ് ഓഡിയൻസ് ഇല്ല. ബട്ട് എനിവേ അവർ ആ മൂവി റിലീസ് ചെയ്തു. ആൾക്കാർ ഈ മൂവിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ലിറ്ററലി ആ മൂവിയുടെ കളക്ഷൻ എക്സ്പ്ലോഡ് ചെയ്യുമായിരുന്നു. 28 വർഷത്തിന് ശേഷമാണ് ഒരു ഫേമസ് ഒരു ഫ്രാഞ്ചൈസിയുടെ സീക്വൽ മൂവി കളക്ട് ചെയ്ത 1260 കോടി എന്നുള്ളൊരു കളക്ഷൻ. അത് 28 വർഷത്തിന് ശേഷം 20 ദിവസം കൊണ്ടാണ് ഒബ്സഷൻ എന്നുള്ളൊരു മൂവി ആ ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നത്. ഒബ്സഷൻ എന്നുള്ളൊരു മൂവി എല്ലാ എന്റർപ്രണേഴ്സിനും തരുന്നൊരു പാഠമുണ്ട്. റിസോഴ്സസ് അല്ല, ശരിക്കും പറഞ്ഞാൽ എക്സിക്യൂഷനാണ് ഒരു ബിസിനസ്സിനെ ബിൽഡ് ചെയ്യുന്നത്. മിക്ക ബിസിനസ് ഓണേഴ്സും പല പല റീസൺസിൽ പല കാര്യങ്ങൾ ഹോൾഡ് ചെയ്യാറാണ് പതിവ്. നല്ലൊരു ടീം കിട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നല്ല ഒരു ബഡ്ജറ്റ് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം, ഒരു ഇൻവെസ്റ്റർ വന്നിട്ട് സ്കെയിൽ ചെയ്യാം. ബട്ട് ഒബ്സഷൻ ഡിഡ്ന്റ് വെയിറ്റ്, ദേ ജസ്റ്റ് എക്സിക്യൂട്ടഡ് ഇറ്റ്. നിങ്ങൾക്ക് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റിൻ്റെ അല്ല ആവശ്യം, ആൾക്കാർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത നല്ലൊരു പ്രൊഡക്റ്റ് വേണം എന്നുള്ളതാണ്. വേർഡ് ഓഫ് മൗത്ത് ആണ് ഒബ്സഷനെ ഒരു ഹിറ്റ് ആക്കിയത്. അതുപോലെ വേർഡ് ഓഫ് മൗത്ത് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു ഹിറ്റ് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു ബിഗ് ബഡ്ജറ്റ് അല്ല ഒരു മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൾക്കാർക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു പ്രോഡക്റ്റ് ആണ്. വേർഡ് ഓഫ് മൗത്ത് ആണ് ഒബ്സഷൻ എന്നുള്ളൊരു മൂവിയെ ഹിറ്റാക്കിയത്. വേർഡ് ഓഫ് മൗത്ത് തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ ഹിറ്റാക്കാം. ഞാൻ ഈ പറയുന്നത് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോടും ബിസിനസ്സിലുള്ളവരോടുമാണ്. അതുകൊണ്ട് പെർഫെക്റ്റ് കണ്ടീഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്ട് നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സസ് വെച്ചിട്ട് സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ് ടുഡേ ഇറ്റ്സെൽഫ്.